കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാമുണ്ഡി ദേവി ക്ഷേത്രങ്ങളിലൊന്നാണ് കരിക്കകം ചാമുണ്ഡി ദേവി. തേടിയെത്തുന്ന ഭക്തരുടെ ദോഷങ്ങൾ എന്തായാലും അതെല്ലാം നീക്കി അഷ്ടൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ദേവി. ഈ ക്ഷേത്രത്തിന് 600 വർഷത്തിലധികം പഴക്കമുണ്ട്. ഒരുപാട് പ്രത്യേകതകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. പണ്ട് രാജഭരണകാലത്ത് രാജാവിൻ്റെ നീതി നിർവഹണ ക്ഷേത്രമായിട്ടാണ് കരിക്കകം ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. പരീക്ഷണ ക്ഷേത്രമെന്നും ഈ ക്ഷേത്രം വിശേഷിപ്പിക്കപ്പെടുന്നു. സത്യം ചെയ്യിക്കൽ ചടങ്ങുള്ള ഒരു ക്ഷേത്രമാണിത്. ഇവിടെ 3 ശ്രീകോവിലുകളിലും ഒരു ദേവിയെ തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതായത് ഒരു ദേവീ സങ്കല്പത്തെ 3 ഭാവങ്ങളിൽ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം. നിർമ്മിതിയിലും വിശ്വാസത്തിലും ആചാരങ്ങളിലും പൂജകളിലുമെല്ലാം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും പല വ്യത്യാസങ്ങളും ഈ ക്ഷേത്രത്തിൽ കാണാം. ഷഡാധാര പ്രതിഷ്ഠയുള്ള പഞ്ചലോഹ വിഗ്രഹമാണ് 1ാമത്തെ ശ്രീകോവിലുള്ളത്. ഈ നടയിലെത്തി പ്രാർത്ഥിച്ചാൽ രോഗശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം. തടസ്സമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണോ? അതിനായി ഈ നടയിലെത്തി തുടർച്ചയായി 13 വെള്ളിയാഴ്ച രക്തപുഷ്പാർച്ചന നടത്തുന്നതും ദേവീ ദർശനം നടത്തുന്നതും വിശ്വാസികൾ ചെയ്തു പോരുന്നു. ദേവീ നടയിലെ പൂജ എന്ന ഒരു നേരത്തെ പൂജ നടത്തുന്നതും ഫലദായകമാണ് എന്നാണ് വിശ്വാസം. പിഴയടച്ച നട തുറക്കൽ. രക്തചാമുണ്ഡി നട തുറപ്പ് നേർച്ച ഇവിടുത്തെ പ്രധാന നേർച്ചയാണ്. 2ാമത്തെ ശ്രീകോവിലിലെ രക്തചാമുണ്ഡിയുടെ നട തുറപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നേർച്ച വളരെ പ്രസിദ്ധമാണ്. എല്ലായ്പ്പോഴും അടഞ്ഞു കിടക്കുന്ന ഇതിൻ്റെ നട പൂജയുടെ സമയത്ത് മാത്രമേ തുറക്കുകയുള്ളൂ. എങ്കിലും വിശ്വാസികൾക്ക് നേർച്ചയായി നട തുറപ്പിച്ച് പ്രാർത്ഥിക്കാം. പിഴ അടച്ച് തുറന്ന് പ്രാർത്ഥിച്ചാൽ വിചാരിക്കുന്ന കാര്യം അതിൻ്റെ അർഹതയുടെ അടിസ്ഥാനത്തിൽ ദേവി നടത്തിത്തരും എന്നാണ് വിശ്വാസം. കരിക്കകം ദേവി ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിൽ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. 52 അടി 12 അടിയിൽ അംഗം എന്നതാണ് തച്ചുശാസ്ത്രപ്രകാരം ശ്രീകോവിലിൻ്റെ അളവും വീതിയും നീളവും. ഇതിനെ 3ആയി വിഭജിച്ച് മുകളിൽ കുറുകെ മുഴച്ചു നിൽക്കുന്ന ഒരു കെട്ടുണ്ട്. ആദ്യത്തെ പന്തിയിൽ നമസ്കാര മണ്ഡപവും 3ാമത്തെ പന്തിയിൽ ദേവി പ്രതിഷ്ഠയുമാണ് വരുന്നത്. ഷഡാധാര പ്രതിഷ്ഠയുള്ള പഞ്ചലോഹ വിഗ്രഹം അമൃതവർഷിണിയായി ഭക്തരുടെ ദുരിതം നീക്കി അഷ്ടൈശ്വര്യങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നത് സാമാന്യം വലുതും ചൈതന്യം തുളുമ്പി ഒഴുകുന്നതുമാണ്. 2ാമത്തെ ശ്രീകോവിലിൽ രക്തചാമുണ്ഡിയുടെ ചുവർ ചിത്രത്തിലെ ഭദ്രകാളി ഭാവത്തിലുള്ള രൗദ്രമുഖം ആരിലും വശ്യതയും ഭയഭക്തിയും ഉണ്ടാക്കുന്നതാണ്. തിളങ്ങുന്ന നേത്രങ്ങൾ, ഘോര ദംഷ്ട്രങ്ങൾ, കയ്യിൽ വാളുമുള്ള ഭദ്രകാളിക്ക് രക്തവർണ്ണത്തിലുള്ള പുഷ്പങ്ങളാണ് ഇഷ്ടം. അതീവ രൗദ്രവതിയെങ്കിലും തെറ്റ് ചെയ്യാത്തവരെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന ക്ഷിപ്രപ്രസാദിനിയായ അമ്മയാണ് സാധാരണഗതിയിൽ എപ്പോഴും അടഞ്ഞുകിടക്കുന്ന ഈ നടയിൽ ഉള്ളത്. നേർച്ചയായി നട തുറപ്പ് നടത്തി പ്രാർത്ഥിച്ചാൽ സാധിച്ചിരിക്കും അക്കാര്യം എന്നത് അർഹതയുടെ അടിസ്ഥാനത്തിൽ അച്ചട്ടാണ്. 101 രൂപ പണമടച്ച ശേഷം രക്തചാമുണ്ഡിയുടെ നടയ്ക്ക് നേരെ നിന്ന് വേണം പ്രാർത്ഥിക്കേണ്ടത്. രസീത് എടുക്കുന്നവർക്ക് ദേവിയുടെ തിരുനടയ്ക്ക് അടുത്ത് തന്നെ നിന്ന് പ്രാർത്ഥിക്കാൻ ക്ഷേത്രാധികൃതർ സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും നട തുറപ്പ് രാവിലെ 7:15 മുതൽ 11 മണി വരെയും 4:45 മുതൽ 6 മണി വരെയും നടത്താവുന്നതാണ്. ഈ സമയം, അതായത് ഈ നട തുറക്കുന്ന സമയത്ത് മറ്റുള്ള ഭക്തർക്കും വശങ്ങളിൽ നിന്ന് ദേവിയെ ദർശനം നടത്തി സങ്കടങ്ങൾ പറയാൻ അവസരങ്ങൾ ലഭിക്കും. എല്ലാ ദോഷങ്ങൾക്കും ഈ നട തുറന്ന് പ്രാർത്ഥന നടത്താം. അങ്ങനെ 600-ൽ പരം നട തുറപ്പുകൾ ചില ദിവസങ്ങളിൽ നടന്നതായും ഇവിടെ അനുഭവമുണ്ട്. 600 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രം എന്നാണ് ലോകം അറിയുന്നത്. രാജഭരണകാലത്ത് നീതി നിർവഹണത്തിന്റെ ഭാഗമായി പ്രജകളെ കൊണ്ട് ഈ ദേവീ നടയിൽ വന്ന് സത്യം ചെയ്യുന്ന ചടങ്ങുണ്ടായിരുന്നു. കോടതിയിലും പോലീസിലും മറ്റും തെളിയാത്ത കേസുകൾ പോലും ഈ നടയിൽ വന്ന് സത്യം ചെയ്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. രക്തചാമുണ്ഡിക്ക് കടും പായസം, ചുവന്ന പട്ട്, പാവാട, കോഴിക്കിടാവ്, സ്വർണം, വെള്ളി ആഭരണങ്ങൾ തുടങ്ങിയവ കഴിവിനനുസരിച്ച് നടക്കി വെച്ചാണ് ഭക്തർ തങ്ങളുടെ ദുരിതം സമർപ്പിച്ച് അനുഗ്രഹം നേടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.